ഷീജയുടെ കൂടെ വി ജോയ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവിടെ റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ് ആറ്റിങ്ങലിലെ വാമനപുരത്ത് നിന്ന്. ഷീജ, അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ തുടങ്ങും. ഇപ്പോൾ വി ജോയ്, ആറ്റിങ്ങൽക്കാരുടെ പ്രിയപ്പെട്ട ജോയ് അണ്ണൻ കൂടെയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസാരിക്കാം. തീർച്ചയായും മനു, ഏതായാലും ഇവിടെ വാമനപുരം മണ്ഡലത്തിൽ അല്പസമയം മുമ്പാണ് സ്ഥാനാർത്ഥി വി ജോയ്, അതായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയ് എത്തിയിട്ടുള്ളത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വാമനപുരത്താണ് ഇപ്പോഴുള്ളത്. ഇവിടെ എത്തി ഇവിടെയുള്ള കടകളിലൊക്കെ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഏത് രീതിയിലാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ളത് നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഇന്നിപ്പോൾ വാമനപുരം മണ്ഡലം കേന്ദ്രീകരിച്ചാണ് റോഡ് ഷോ ഉണ്ട്, അതിന് മുന്നോടിയായിട്ടാണോ ഈ ഒരു കടകൾ കയറി ഇറങ്ങി ഉള്ളൊരു പ്രചരണം? ഇപ്പോൾ ഇതൊരു രണ്ടാം ഘട്ട പ്രചരണത്തിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മൾ കവലകളിലിറങ്ങുകയാണ്. കവലകളിലിറങ്ങി കവലകളിലുള്ള കടക്കാർ, കച്ചവടക്കാർ, അതുപോലെ ആളുകൾ, അവിടെയുള്ള ആളുകൾ ഒന്ന് കണ്ട് വോട്ട് ചോദിക്കുന്നൊരു പ്രവർത്തനമാണ് ഇന്നിപ്പോൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ വാമനപുരം ജംഗ്ഷനിൽ നിന്നാണ് ഇന്നിപ്പോൾ ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പൊതുവെ ഈ മത്സരത്തെ കാണുന്നത് മണ്ഡലത്തിൽ? കാരണം ഇത് ഒരു ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കൈവിട്ടു പോയെങ്കിൽ പോലും അത് തിരിച്ചുപിടിക്കാനുള്ള ഒരു പൂർണ്ണ ശ്രമം തന്നെയാണ് ഇത്തവണത്തേത്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, നന്നായിട്ട് ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ മണ്ഡലത്തിലാകെ ചോരെഴുത്തുകൾ പൂർത്തീകരിക്കാൻ നമ്മുടെ പ്രവർത്തകർക്ക് സാധിച്ചു. പോസ്റ്റർ പതിക്കുന്നതാണെങ്കിലും ബോർഡ് വയ്ക്കുന്നതാണെങ്കിലും അതെല്ലാം ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് വരുന്നതാണ്. പക്ഷേ എല്ലാം പ്രവർത്തകർ നെഞ്ചേറ്റി ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ചും NDAയുടെ സ്ഥാനാർത്ഥിയായി വി മുരളീധരൻ എത്തുന്നു. കോൺഗ്രസിൻ്റേത് സിറ്റിംഗ് MP തന്നെ ആയിരിക്കും എന്നുള്ളൊരു പ്രചരണമാണ് ഇപ്പോൾ. അങ്ങനൊരു കാര്യമാണ് കേൾക്കുന്നത്, പ്രഖ്യാപനമായിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ ഈ ഒരു ഏത് രീതിയിൽ ശക്തമായൊരു ത്രികോണ മത്സരത്തിനുള്ളൊരു സാധ്യത തന്നെയാണോ മണ്ഡലത്തിലുള്ളത്? അല്ല, അവർ രണ്ടുപേരും തന്നെയാണ് സ്ഥാനാർത്ഥി. BJPയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയാണ്. പിന്നെ അതുപോലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥി പഴയ MP തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് വരിക. ആര് മത്സരിച്ചാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ MPയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആളുകൾ വിലയിരുത്തുകയാണ്. പിന്നെ കേന്ദ്രമന്ത്രി ഈ കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന, കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ശമ്പളം പോലും മുടങ്ങുന്ന തരത്തിലേക്ക് നമുക്ക് അർഹതപ്പെട്ട 12,000 കോടി രൂപ പോലും നൽകുന്നില്ല. അത്തരം ചില സാഹചര്യങ്ങളുണ്ട്, അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ജനങ്ങൾ അതിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പകരം വീട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് മനു. കൃത്യമായ രീതിയിൽ എന്താണ് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷം എന്നുള്ളത് കൃത്യമായി ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ട്. ഏത് രീതിയിലാണ് കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ചൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി വരുന്നത് കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രത്തിൻ്റെ അവഗണന അത് സംസ്ഥാനത്തെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചും ജനങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്കൊപ്പം തന്നെയായിരിക്കും ഇത്തവണ ജനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥി വി ജോയും വ്യക്തമാക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രചരണം ഇവിടെ വാമനപുരം ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ കടകൾ കയറിയിറങ്ങി ഇവിടെയുള്ളവരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മനു, ഏതായാലും വി ജോയുടെ പര്യടനം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വാമനപുരത്ത് റോഡ് ഷോ നടക്കും. വിവരങ്ങളാണ് ഷീജ നമുക്ക് നൽകിയത്. പ്രതീക്ഷകളാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തത്.